ഞങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ എല്ലായിടത്തും മഴയാണ്. അപ്പം നമ്മൾ മഴ ഇല്ലാത്ത പാടം മാത്രം ഇന്നേ വരെ വീടുകൾ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ മഴയുള്ള മഴക്കാലത്ത് നമ്മളെ പാടത്തിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. കാശ് റെയിൻകോട്ടിലാണ്. ഇപ്പം കുറച്ച് മഴ ഒന്ന് ഒഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു മഴ പെയ്ത് തോർന്ന് ആ ഗ്യാപ്പിൽ നമ്മൾ ഇറങ്ങിയതാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത മഴ നമുക്ക് പാടത്തുനിന്ന് കിട്ടും അല്ലേ? എല്ലാവരും വേഗം പാടത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പം നമ്മളെ കൂടെയുള്ള ബാക്കി ടീമൊക്കെ ബാക്കിൽ വരുന്നു. നമുക്ക് ഇനി ഒരാളും കൂടി ഒന്ന് വിളിച്ചു നോക്കാം, പോകുന്നുണ്ടോ ചോദിച്ചേക്കാം. അത് നമ്മളെ ഇറക്കം ഇങ്ങനെ ഇറങ്ങി പോകുന്ന കേട്ടോ കാണണേ. ഇപ്പൊ തന്നെ വീണാനെ അതൊക്കെ ഇടണം നട്ടങ്ങള്. അങ്ങനെ നമ്മൾ പാടത്തേക്കുള്ള ഇറക്കാതെ ഇറങ്ങി പോകുന്നേ. 2 പ്രാവശ്യം പോയടോ. അച്ഛനും മോനെ അവിടെ നടന്നുകൂടിയുന്നുണ്ടേ. ഞാൻ പേടിച്ചിക്കണേ. ഇങ്ങനെ വൈക്കല് മക്കളെ, ഇങ്ങനെ വൈക്കല് കോൺക്രീറ്റ് റോഡ് എത്തി ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ പോയാലോ? അങ്ങനെ നമ്മൾ വഴുക്കുള്ള സ്ഥലത്തു നിന്നൊക്കെ പോകുന്നിട്ടാ. ഇനി നമുക്ക് നേരെ പോവാനുള്ളത് നമ്മുടെ ചളി 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 ഈ ഒക്കെ കണക്കന്നെയാടാ. പാച്ചേരി ചാളച്ചെടി പോലെ അതെ. നമുക്ക് നടക്കാനുള്ള സ്പേസ് പോലും ഇവിടെ വെള്ള. ഇത് നല്ല ടെക്നിക്കാണല്ലോ കുഞ്ഞാവേ. ഞാൻ വീഡിയോയിൽ എടുക്കുന്നേ. ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ വിടൊന്നുമില്ലല്ലോ. അപ്പൊ കുറച്ച് കട്ടാക്കി ഇറങ്ങുമ്പോ ആരെ എപ്പോഴാ വീടെന്നുള്ള പറയാൻ പറ്റില്ല. ഞാനാണെങ്കിലോ അപ്പൊ ഞാൻ ചിരിക്കും. അവിടെ കുഴപ്പമില്ല. താഴത്ത് എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ എത്തുകയാണെങ്കിൽ നമ്മളെല്ലാത്തും പോലെ മയിലിൻ്റെ സൗണ്ട് കേൾക്കാം. ആ മുന്നിൽ പോയ ആൾക്കാരെ കൂടെ വന്ന ആൾക്കാരാണ് ഞങ്ങൾ കത്തി വെച്ച് സ്റ്റെക്കായി പോയി. ഞങ്ങൾ ഇറക്കത്തിൽ വെച്ച് സ്റ്റെക്കായി പോയി. ഞങ്ങൾ വഴുക്ക് ഞങ്ങൾക്ക് നല്ല പേടിയിലായി ഞങ്ങൾ നിന്നതാണ്. എവിടെ അടുത്ത വഴുക്കിൻ്റെ സ്പോട്ട് എത്തി.
അയ്യോ ക്യാമറമാൻ വിളിക്കുന്നു. ആ ഹലോ ഇവിടെ ഞങ്ങള് പാടത്തേക്ക് ഇറങ്ങി വിളിച്ചിരുന്നുണ്ട്. ഓക്കെ രാശേട്ടുണ്ട്. അപ്പൊ ഈ എങ്ങനെ പോയി കുട്ടികൾക്ക്? ആ ഓള് കാർന്നൂരാണ്. ആരോ കൂക്കി ഞങ്ങൾ തിരിച്ചു പോയി. ഇത്രേ ഉള്ളൂ. അതൊന്നും കിട്ടുന്നുണ്ടോ? 4 മിനിറ്റ് ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. തന്തമാരാണ്. അതാണ് കുഞ്ഞാവ് അതേ കറക്റ്റ് വൈകിട്ട് മറുപടി കൊടുത്തത്. അടുത്ത വൈകിട്ട് എങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് കൂടാം. ഓക്കെ ചവിട്ടിയ ചളികളൊക്കെ കഴുകി കളയുന്ന രംഗമാണ് ഈ കാണുന്നത്. അതിനാരും അങ്ങനത്തെ വാക്കൊക്കെ ഉപയോഗിച്ചു മകളെ. ഇത് മാറി ഞാൻ അവിടെ നിന്ന് കേൾക്കോളാം. എന്താ ഇടണേട്ടങ്ങള്? ഞാൻ ചതിക്കില്ല. ആ ചെക്കന്മാരെങ്ങാനും കണ്ടടി കഴിഞ്ഞു കഥ. അപ്പൊ ഇതവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും വെള്ളങ്ങളാണ്. സാധനം കയ്യിലില്ലേ? അവിടെയൊക്കെ വെള്ളം കയറിയണേ. ഇവിടെ വരെ വെള്ളം വെള്ളം കേറിയിരിക്കുന്നു പാടത്ത്. ഇങ്ങനത്തെ അറിയണവരാരും വരരുത് കേട്ടാ. ഞാൻ എന്റെ കാലം ഒന്ന് ഇവിടുന്ന് നൈസിൽ കേക്കിക്കാട്ടെ. നമ്മളിവിടെ ഫുള്ള് വെള്ളാട്ടോ. ഒഴുകി പോകും, നീന്തും വേണ്ട. പിന്നെ അവിടുന്ന് എവിടെയെങ്കിലും എടുക്കാം. അയ്യോ അവിടെ ചുമ്മാ അവിടുന്ന് നേരെ വേറണ്ടി പോയിക്കോളൂ. ഒന്ന് സ്ലിപ്പായതാണ്. എടാ അതിലൊക്കെ ആൾക്കാർ ഇറങ്ങിക്കണേ ആ വെള്ളത്തിലൊക്കെ. ഇവിടെ ചൂട്ടിൽ നോക്കി ചൂട്ടിക്കോട്ടെ. അവിടെ ഇങ്ങനെ പോകണ്ട. എവിടെ ഇവിടെ പാമ്പ്? തങ്ങി തല പൊങ്ങി അഞ്ഞ് സുമാവൂല. അതാ അതാ ആ നിക്കുന്നത് ആ നിൽക്കുന്നത് നീർക്കോലി. യോ 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 മുന്നോട്ട് പോണോ? എവിടെ നമുക്ക് അങ്ങോട്ട് പോകാം. അതാടാ തല പൊക്കിക്കണേ. അതാടാ ഇതാടാ ഇവിടെയൊക്കെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നനയുന്നേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് നിർക്കോരി വീഡിയോ കാണിക്കും. ഞാൻ ഇതിൽ കാണിച്ചു തരാം.
എവിടെടി എവിടെ എവിടെ അത് താന്നു പോയി ഞാൻ പറഞ്ഞോടക്കൂ ഇതിന്റെ അടുത്ത് ആരോട് പറഞ്ഞെടുക്കോ മുന്നോട്ടൊക്കെ പോകണം. അതന്നെ ഓര് പോയി നടന്നു വരുന്ന ചെക്കന്മാര് എന്നെ ബാക്ക് തിരിഞ്ഞടന്നു നമുക്ക് അപ്പുറത്ത് കൂടെ പോകാൻ കഴിയോ? അപ്പുറത്ത് കൂടെ സജിതേച്ചിന്റെ ആയിക്കൂടെ നമ്മൾ ഇന്നാളെ അവിടെ നല്ല അങ്ങോട്ട് എത്തിയില്ലോ. ഞങ്ങൾക്ക് അങ്ങനെ പോയോ തിരിഞ്ഞടക്കി. ഇത് കണ്ടങ്ങൾ അവിടെ അങ്ങനെ തല പൊക്കി നിൽക്കുന്നു. സുന്ദരി നാളെ എങ്ങനെ കണ്ടിട്ട് ചെയ്യുന്നേ ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊക്കെ പിടിച്ചുമ്മച്ചാളാ നിൽക്കൊലിക്കാ. സുന്ദരിയെ ഒന്ന് പിടിച്ചൂടെ? ഇങ്ങനെ തന്നെ വെള്ളമൊക്കെ ഇവിടെ നിറഞ്ഞു ഇവിടെ എത്തിനു കേട്ടോ. ചെറുതേ ഇവിടെ ചെറുതായിരുന്നു ഞാൻ അറിയാത്ത പോലെ വീണാലോന്ന്. യെസ് 2 നീർക്കൊല്ലം നമ്മൾ പേടിച്ച് പാഞ്ഞിരിക്കുന്നു. ചൂണ്ടല് വീട്ടിലുണ്ടല്ലോ. ചൂണ്ടലൊക്കെ മണ്ടാട്ട വാങ്ങിയടാ വീട്ടിലുണ്ട്. യെസ് അങ്ങനെ നമ്മൾ നടന്ന് പോകുന്നു. അടുത്ത സ്പോട്ടിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. വിപിനേട്ടാ നമുക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ സ്ഥലല്ലേ അവിടേക്ക് പോവാ. അങ്ങനെ അങ്ങോട്ട് വഴിയുണ്ട്, നേരെ റോഡുണ്ട്. ആ വാളക്കുളം പാടം തന്നെ വൈറലായില്ലേ? ആ ഒറ്റ മൈൻഡ് അപ്പൊ എല്ലാരും നോക്കി കണ്ട് നടക്കുക. വരുമ്പോ തന്നെ ഉദ്ഘാടനം ഞാനായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. കൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിലിപ്പോ തോടേതാ പാടേതാന്ന് അറിയാത്ത അവസ്ഥ കേട്ടോ. അപ്പൊ ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന നോക്കിയിട്ട് ശ്രദ്ധയ്ക്ക് കൂടെ വലിയ ആൾക്കാരില്ലാതെ ഇങ്ങനെ സ്ഥലങ്ങളിൽ പോകരുത്. പോകുന്നതും കാണുന്നതും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള വെള്ളങ്ങളിലേക്ക് ഇറങ്ങരുത്. ഞങ്ങളാരും അങ്ങനെയുള്ള വെള്ളങ്ങളിൽ ഇറങ്ങിയിട്ടില്ല. എന്നുവെച്ചാൽ വഴി ഏത് പാടം ഏത് ഒന്നും മനസ്സിലാവണില്ല. എന്ത് ഇടയ്ക്ക് പാടേതാടാ തോടേതാടാ? ഇതാട്ടെ നമ്മളെ പാടത്തിന്റെ അവസ്ഥ. തോട് മനസ്സിലാവണില്ല. ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ ഇത്രയും വെള്ളമുണ്ട്. ഏ മരത്തിനോട് ചാടിയിട്ട് ആ തെങ്ങ് വെള്ളത്തുമല്ല. എനിക്കിപ്പോ എന്തായാലും വീഡിയോ കൊടുക്കും, വൈറലാകും. നമ്മൾ അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അവിടെയൊക്കെ വെള്ളം കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് ചൂണ്ടൊക്കെ ഇട്ട്. എവിടെ മീൻ പിടിച്ചത് നോക്കട്ടെ. അമ്മേ വലിയ മീനൊക്കെ അതില് ബ്രാല്, ഒരു 2 ബ്രാലും ഒരു കൊണ്ട് അവിടെയൊക്കെ വെള്ളാട്ടോ.
ഇവിടെ കൊയ്യ ഇവിടെ നല്ല കൊയ്യുണ്ട് കേട്ടോ. ഇവിടെ നല്ല കൊയ്യുണ്ട്. നല്ല ആഴുണ്ട്. ഇവിടെ നല്ല ആയുണ്ട്. ഇവിടെ തീരെ ആയില്ല. എന്താ അങ്ങോട്ട് പോവാണേ? ജടത്തും പോയിട്ട് ഇങ്ങോട്ട് വാ കുഞ്ഞാവേ. മണ്ടിക്കോ നിന്റെ ട്രോസറിന്റെ പോക്കറ്റിൽ ഫോണുണ്ട്. കാത്തും നമ്മളപ്പോ അടുത്ത വെള്ളത്തേക്ക് പോണേ. ആണി പോരി. അവിടെ എന്തോ ഉണ്ട് കേട്ടോ. വള്ളി എന്തോ അവിടെ വള്ളിയുണ്ട്. കാലിപ്പെന്തോ കൊടുക്കും. അവിടെ എന്തോ ഒരു വള്ളിയുണ്ട്. ഇതാ അവിടെ ഉറുമ്പ് നല്ല കടിക്കുന്ന ഉറുമ്പുണ്ടേ. ഞാനാണ് ശരിക്കും നനഞ്ഞത്. ഞാൻ കണ്ടത് വീട് വൈറലാവും. നടക്കണ്ടല്ലോ പിന്നെ സാരേ വലിയ ഉരുളി പോലത്തെ എന്താ പറയാ. ആ നമുക്ക് അടിച്ചാലോ. ഇവിടെയൊക്കെ എത്രയും വെള്ളം കിട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷമായിട്ട് വന്ന സമയത്ത് നമ്മൾ അരക്കറ്റം വെള്ളം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ റൂട്ടുമ്പിലൊക്കെ. പക്ഷെ പ്രാവശ്യം അത്ര വെള്ളം കയറിയിട്ടില്ല. അതിപ്പോൾ എന്താ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം അങ്ങനെ എന്തോ ആണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരാൾ തേങ്ങ അവിടെ നിന്ന് കിട്ടിയത് ഒളിപ്പിച്ച് വെക്കാട്ടെ. വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അമ്മയും കൂടി ഉണ്ട് റെയിൻകോട്ട്. ഞാൻ കുറേ പോവാണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ 2 സ്പോട്ട് പോയി. എല്ലായിടത്തും വെള്ളമാണ്. ഇവിടെ നിന്ന് കാണുമ്പോഴൊക്കെ വെള്ളം തന്നെ കാണണേ. നമുക്ക് അടുത്ത സ്പോട്ട് പോയി വെക്കാം. അടുത്ത സ്പോട്ട് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വൈറലായൊരു പ്ലേസാണ്. ഇവിടെ മുകളിലൊരു ചോലയും കൂടി ഉണ്ട്. കച്ചവടമാരുണ്ട്. യെസ്. അപ്പോൾ ആ ചോലയിൽ നിന്ന് വരുന്ന വെള്ളാട്ടതൊക്കെ. ആ ചോല ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതിന് ചോല അവിടെയൊക്കെ വെള്ളം കണ്ടു നിൽക്കുന്നത്. നമ്മളെ മറ്റേ പഴയ ഫോണാണെങ്കിൽ അവിടേക്കൊക്കെ നമുക്ക് കിട്ടിയിരുന്നു.
ഇത് നമുക്ക് അത്ര എന്താ പറയുക സൂമിങ് ഓപ്ഷൻ ഇല്ല. ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണ് വെള്ളം റോഡിൽ കൂടെ ഒലിച്ചു വരും. മുകളിൽ കോറിയിൽ നിന്ന് ഇങ്ങനെ വരും. അതുകൊണ്ട് മറ്റാൾ വീട്ടിൽ വരുന്ന സമയത്ത് അവന് വെള്ളത്തിലിറങ്ങാട്ട് ഭയങ്കര പുറത്തേടാ. ഇങ്ങനെ ഒഴുകി വരും റോട്ടുമ്മ കൂടെയൊക്കെ. അങ്ങനെ വെള്ളം ഒഴുകി വരുന്നേട്ടാ. ഇന്ന് ഞായറാഴ്ച കൊണ്ട് നമുക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി. അപ്പം വീട്ടിൽ നിന്നിപ്പോൾ വെറുതെ ഒരു ദിവസം കിട്ടിയതല്ലേ, അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങിയതാട്ടോ. ഇനിയിപ്പോൾ നാളത്തെ ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നാളെ മിക്കവാറും സ്കൂളുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളൊരു കുപ്പി വെള്ളം, പാച്ചുവിൻ്റെ ബോട്ടിലൊരു കുപ്പി വെള്ളമൊക്കെയായിട്ട് നമ്മൾ വന്നത്. താഴേക്ക് കൂടി ഇറങ്ങിയ സ്ഥലമുണ്ടോ? വെള്ളാണേ കാര്യമായിട്ട്. ഇല്ലടാ പക്ഷെ ഇവിടെ മൂഞ്ചി ഗൈസ്. ഇവിടെ റോഡുണ്ടടാ. റോഡൊക്കെ നോക്കി റോഡല്ല തോട്. ഇതിന് പോലെ ഇവിടെ ആൾക്കാർ ചൂണ്ടലിടുന്നു. എല്ലായിടത്തും ലോക്കാണ്. ഇവിടെ ചോല വിമനാട്ടാ കൊറേ പോണ്ട്. പശു വെറുതെ പോണേ, വെറുതെ കുത്തിട്ടാ. ആരമ്മ? ചാൽ ചേച്ചിനെ വീഴ്ത്താൻ എന്താ രസം. പാറയിൽ ഹൗസ്. അപ്പൊ നമുക്ക് ആയിക്കോട്ടെ കയറിയാ പോരിരുന്നപ്പോ ഇത് ആച്ചത് ഇവിടെ ഒരു വെള്ളം കിട്ടിയാലേ വെള്ളത്തിൽ പോയി ചാടിക്കളിക്കുന്ന സ്വഭാവം. അതപ്പൊ എല്ലാം വരിക്ക് പോണു. കുട്ടിക്കളിയാണ്. എന്താ ചെയ്യ എങ്ങനെയൊക്കെ ആവുമ്പോ ഈ സുന്ദരിക്ക് നോക്കിയ പോത്ത് പോലെ ഇവിടെ പോത്ത് പോലോള് വാർന്നോണു. എന്നാലും കാണുമ്പോള് വെള്ളത്തില്. അതാ പശുവിന്റെ കുട്ടിയാണടാ കൊട്ടാ. വെള്ളാട്ടേ വരുന്നത് നമുക്കിങ്ങനെ കാലൊക്കെ അങ്ങനെ കഴുകാൻ പറ്റിയ വെള്ളമാണ്. ഇവരിതെന്താ ഈ വീട് ചുറ്റാൻ വേണ്ടി വന്നതാ? ഇവരെങ്ങോട്ട് കളഞ്ഞ നമ്മുടെ സ്ഥലം അങ്ങനെ ഇങ്ങനെ കാട് പിടിച്ച സ്ഥലത്തൊരു ചോല. ഇതിൽ ആൾക്കാരെന്നാലും ഇതെന്താ ആരും ഇറങ്ങാത്ത നന്നാക്കാത്തതും. പണ്ടത്തെ ആൾക്കാരെ ഇതെങ്ങനെ നമ്മളങ്ങനെ അങ്ങോട്ട് കോഴിഫാം പറ്റി ഹൗഞ്ഞ ഞാൻ കുറച്ച് നടന്നാൽ മതിയല്ലോ. ആ സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല, വെള്ളാണ്. ആ സ്ഥലത്ത് ഫുള്ള് വെള്ളാണ്. ഇങ്ങനെ അങ്ങോട്ട് ആ ചെക്കൻ വെച്ചൊന്നുമില്ല. നമ്മൾ മാങ്ങ പെറുക്കിയ സ്ഥലത്ത് ഇതിനകത്താ. ഞങ്ങൾ ഇന്നാളിവിടെ മാങ്ങ പെറുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്.
ഇതിന്റെ ആരെങ്ങനെ ഇറങ്ങി പോകുന്നത്? നിങ്ങൾ ബാവുട്ടിനോട് വിളിച്ചിറങ്ങാളേ. അവിടെ തേങ്ങ ഇട്ടിങ്ങനെ വരുമ്പോ എടുക്കൊണ്ട് ഇട്ടോന്ന്. ഈശ്വരാ യെസ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നിങ്ങളോട് എന്താ പറഞ്ഞത്? ചോലേക്ക് ഇറങ്ങണ്ടായിരുന്നു. വൈ തലവേദന എന്തുകൊണ്ടറിയോ? ചാടിയിട്ട് നീർക്കെട്ട് അവന്റെ മൂക്കിന്റെ ഇവിടെയാണ്. അവൻ്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയനല്ലോ, ഞങ്ങളെ കൂടെ വന്നപ്പോൾ ഇറങ്ങിയനല്ലോ. പാച്ചൻ്റെ കാല് ഫുള്ള് ചളിയാണ്. അങ്ങനെ നമ്മളെ എല്ലാ പോക്കും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ കയറ്റത്തുമ്പോൾ എത്തിക്കണ്. സുന്ദരിയുള്ള കവർ കണ്ട കവറൊക്കെ നുള്ളി പെറുക്കിച്ച് ഇത് വിൽക്കാൻ കൊണ്ടുപോകാടി. അതിന് നല്ല ഇൻ്റെ കുട്ടി റെയിൻകോട്ട് നടക്കാൻ വേണ്ടി. ഇനി വഴുക്കാണ് പ്ലിങ്ങനെ പോവും പോരുത്തരെ കൂടെ കയറിപ്പോയി രംഗാണ് കാണുന്നത്. അവിടെ വലിയ വെള്ളച്ചാട്ടമാണല്ലോ. അവിടെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലമല്ലല്ലോ അത്. അതന്നെയാണ്. ഞാൻ ചാടും. ഇത് കൊതുനടിച്ചാണേ. ഞാൻ പാടത്താറേ ഞങ്ങൾ വരികയാണേ. മടുക്കൂലാതെ സൂപ്പറായിട്ട് വീണ സ്ഥലം തീരുത്. ഇല്ലടാ കിട്ടിയില്ല. വീണ ശേഷമാണ് ഞാൻ കണ്ടത്. ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിപ്പോ ഞങ്ങൾ കണ്ട് പാച്ചോ സുന്ദരി 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 ഒരു ഉറുമ്പടിക്കണ്ടടി എന്നെ. ഓ അങ്ങനെ നമ്മൾ എൻ്റെ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ സ്പോട്ട് പോവല്ലേ, അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ചിലപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിറങ്ങില്ല, എന്താന്നുള്ള തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരണ്ട കേട്ടോ. അപ്പം ഇവിടെ ഞങ്ങൾ ചാടാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ സീ യു.
ചോലക്കനല്ല ഇപ്പൊ ഈ പോണത്.